പാരീസ് സെയിൻറ്റ് ജെർമെയിൻ ആൻഡ് AS മൊണാക്കോയുടെ ഫൈനൽ ഗെയിമാണ് ഇന്ന്. ആ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ കിട്ടി, നമ്മൾ നേരെ സ്റ്റേഡിയത്തിലോട്ട് കയറി. സ്റ്റേഡിയം 974 വെച്ചിട്ടായിരുന്നു കളി. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സീറ്റ് തപ്പിയുള്ള യാത്രയാണ്. ഞങ്ങൾ ബിഫോർ ടൈം ആയിരുന്നു, ആക്ച്വലി കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. കാരണം നമ്മൾ ചെന്നപ്പോഴത്തേക്കും സ്റ്റേഡിയം എംപ്റ്റി ആയിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ TV-യിൽ അവിടെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഓൾമോസ്റ്റ് 39,000 ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ. ആൾക്കാരുടെ മൊത്തം ഓക്യുപ്പൻസി 39,000 സംതിങ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ഇതെല്ലാം പിന്നീട് നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സീറ്റ് ഇസഡ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു മുകളിൽ നിന്ന് ABCD, താഴെ അപ്പോൾ ഇസഡ് എന്നുള്ള കിടിലും സീറ്റ് കിട്ടിയിരുന്നു. പക്ഷെ നേരെ തിരിച്ചായിരുന്നു, താഴെ എന്ന് മുകളിലോട്ടാണ് ഇസഡ്. അപ്പോൾ ഇസഡ് ഏറ്റവും മുകളിലായിരുന്നു. ബട്ട് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റി. എനിക്ക് ഫുട്ബോളിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല, ബട്ട് നമ്മൾ ഫിഫയ്ക്ക് ഗെയിം കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഓളവും ഇതൊക്കെ ഉണ്ടല്ലോ, അതുതന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ത്രില്ലായിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്നു, മാച്ച് സ്റ്റാർട്ടായി. രണ്ടുപേരും നല്ല കട്ടിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഗോള് ഓൾമോസ്റ്റ് അടിക്കും എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷേ ഗോളൊന്നും അടിക്കാൻ രണ്ടുപേർക്കും പറ്റിയില്ല. ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഒരു കളി തീരുന്ന ലാസ്റ്റ് മിനിറ്റ് ആയപ്പം പാരീസ് സെയിൻറ്റ് ജെർമെയിൻ ഗോളടിച്ചു. ആൻഡ് 1 ഗോളിന് അവർ ജയിച്ചു. ആൻഡ് കപ്പ് അവർ കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മിനി വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത മിനി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.